ഈ ഇലക്ഷനുമായി ബന്ധപ്പെടുത്തി വിവിധങ്ങളായ പ്രീപോൾ സർവേകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2 ദിവസം മുമ്പ് വന്നിട്ടുള്ളൊരു പ്രീപോൾ സർവേയുടെ വിശദാംശങ്ങളാണ് നമ്മളിന്ന് സൂചിപ്പിക്കുന്നത്. ടീം പി എസ് ആർ എന്ന് പറയുന്ന ഒരു ഏജൻസിയാണ് അത് കൊണ്ടുവന്നിട്ടുള്ളത്. അവർ 22-ാം തീയതി വരെ, അതായത് മാർച്ച് മാസം 22-ാം തീയതി വരെ, ഒരാഴ്ച, അതിന് മുമ്പുള്ള 15-ാം തീയതി മുതൽ 22-ാം തീയതി ഒരാഴ്ച കാലത്തെ പഠനമാണ് അവർ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. SC/ST വിഭാഗക്കാരായ 10% പേരെയും, ക്രിസ്ത്യൻ വിഭാഗത്തിലെ 17% പേരെയും, അതുപോലെ തന്നെ മുസ്ലിം വിഭാഗത്തിലെ 22% പേരെയും, നായർ വിഭാഗത്തിലെ ഒരു 13% പേരെയും, ഈഴ വിഭാഗത്തിലെ 20% പേരെ, അങ്ങനെ ഒരു വലിയ വിഭാഗം ജനങ്ങളെ അവർ സർവേ ഒക്കെ നടത്തി വളരെ കൃത്യമായ ചില കാൽക്കുലേഷൻസ് അവർ പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ സർവേയുടെ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അതേസമയം അവരുടെ കണ്ടുപിടുത്തങ്ങൾ എന്ന് പറയുന്നത് വളരെ പ്രധാനമായി 44% വോട്ട് UDF പിടിക്കുമെന്നാണ് ടീം PSR പറയുന്നത്. 38% വോട്ട്, അതായത് 6% വ്യത്യാസം, 38% വോട്ട് പിന്നെ LDF പിടിക്കും. ഒരു 16% NDA BJP പിടിക്കും. 2% മറ്റുള്ളവർ പിടിക്കും. അങ്ങനെ നോക്കുമ്പോൾ 140 സീറ്റിൽ UDFന് 77 മുതൽ 85 സീറ്റ് വരെ കിട്ടാൻ സാധ്യതയുണ്ടെന്നും LDFന് 54 മുതൽ 63 സീറ്റ് വരെയും, നിയമം ഉൾപ്പെടെ NDAക്ക് 1 മുതൽ 3 സീറ്റ് വരെയാണ് കിട്ടുന്നത്. ഈ ഭരണത്തിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളവർ 31% ഉള്ളൂ. ഡിസ്സാറ്റിസ്ഫൈഡ് ആണ് 50% പേരും. ഇനിയിപ്പോൾ അതിൻ്റെ പിണറായിയുടെയും ബഹളം കൂടെയൊക്കെ വന്ന്, സുധാകരൻ്റെയും പിണറായിയുടെയും MM മണിയുടെയൊക്കെ ബഹളം കൂടെ വന്നപ്പോൾ സ്വാഭാവികമായിട്ട് ആൻറ്റി ഇൻകംബൻസ്, ഭരണവിരുദ്ധ വികാരം കൂടാൻ മാത്രമേ സാധ്യതയുള്ളൂ. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ആകാനോ യോഗ്യതയുള്ളത് ആളുകൾക്ക് ഏറ്റവും ഇഷ്ടം VD സതീശനെയാണ്. 25.24. പിണറായി വിജയൻ തൊട്ട് കൂടെ ഉണ്ട് 23.23. രമേശ് ചെന്നിത്തല പിന്നെ 16. പിന്നെ ബാക്കി പല നേതാക്കളുമാണ് താഴേക്ക് വന്നിരിക്കുന്നത്. മണ്ഡലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ UDF മഞ്ചേശ്വരം തുടങ്ങി കാസർഗോഡ്, ഉദുമ, അങ്ങനെ ഒരുപാട് മണ്ഡലങ്ങൾ പിടിക്കും. അതിനകത്ത് പേരാവൂർ ഉൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളെല്ലാം തന്നെ UDF പിടിക്കാനാണ് സാധ്യതയുള്ളത്. അതേസമയം കാഞ്ഞങ്ങാട്, പയ്യന്നൂർ, കല്യാശ്ശേരി, അവിടെ 2ഇടവും വിമതന്മാരാണ് നിൽക്കുന്നത്. ധർമ്മടം പിണറായി വിജയനാണ്. തലശ്ശേരി, തളിപ്പറമ്പ്, മട്ടന്നൂർ, ഈ ഭാഗങ്ങളിലൊക്കെ LDFൻ്റെ വിജയ സാധ്യതയാണുള്ളത്. അത് പേരാവൂർ UDF വിജയിക്കുമെന്നാണ് പറയുന്നത്. ശൈലജ ടീച്ചർ തോറ്റുപോകുമെന്നാണ് ഈ സർവേ പറയുന്നത്. പിന്നെ മാനന്തവാടി തുടങ്ങി സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ, വടകര, കുറ്റ്യാടി, മലപ്പുറം, കുറ്റ്യാടിയിൽ ഈ UDF ജയിക്കുമെന്ന് പറയുന്നു. നാദാപുരിൽ അഭിജിത്ത് ജയിക്കാൻ സാധ്യതയുണ്ട്, KSUവിൻ്റെ. അതുപോലെ കൊയിലാണ്ടി, ആ സ്ഥലങ്ങളിലെല്ലാം UDF വിജയിക്കും. പേരാമ്പ്ര, ബാലുശ്ശേരി പിന്നെ എലത്തൂർ സ്ഥലങ്ങളിൽ LDFും, അതേസമയം എലത്തൂരിൽ LDFും UDFും സമാസമം. കോഴിക്കോട് നോർത്തിലും കോഴിക്കോട് സൗത്തിലും തോട്ടത്തിൽ രവീന്ദ്രൻ തോറ്റുപോകും. അവിടെ 2ഇടത്തും UDF ജയിക്കുമെന്നാണ് പറയുന്നത്. ബേപ്പൂരിൽ സമാസമം, മരുമോനും അൻവറും സമാസമം എന്നാണ് പറയുന്നത്, 46%. പിന്നെ കുന്നമംഗലം UDF, കൊടുവള്ളി UDF, പിന്നെ തിരുവമ്പാടി, അങ്ങനെ വരുമ്പോൾ കൊണ്ടോട്ടി, പിന്നെ കയറുന്നത് നേരെ മലപ്പുറം ജില്ലയിൽ കയറിയാണ്. മലപ്പുറം ജില്ലയിൽ കയറിയാൽ മുഴുവൻ സീറ്റും, ഒരു സീറ്റ് ഇല്ലാതെ മുഴുവൻ സീറ്റും പിടിക്കുന്നത് UDF ആണ്. പട്ടാമ്പി സീറ്റ് UDF പിടിക്കും. ഇപ്പുറത്തേക്ക് വരാം, ഷൊർണൂർ, ഒറ്റപ്പാലം, കൊങ്ങാട് സീറ്റുകൾ LDF പിടിക്കും. ഇതാണ് ആ സർവേയുടെ കഥ. പിന്നെ മണ്ണാർക്കാട്, മലമ്പുഴ LDF പിടിക്കുമെന്നാണ് പറയുന്നത്. അപ്പോഴും പക്ഷേ 2% വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. BSൻ്റെ PA ആയിട്ടുള്ള സുരേഷ് അവിടെയാണ് മത്സരിക്കുന്നത്. പാലക്കാട് UDF ജയിക്കും. പിന്നെ ഒരു 3-4 മണ്ഡലം, തരൂർ, ചിറ്റൂർ, നെന്മാറ, ആലത്തൂർ, കുന്നംകുളം വരെ LDF ജയിക്കുമെന്നാണ്. പിന്നെ ഗുരുവായൂർ, അങ്ങനെ ഞാൻ താഴേക്ക് വരാം. മണലൂർ 2 കൂട്ടർക്കും തുല്യം വരുമെന്നാണ് പറയുന്നത്, 40% വീതം. വടക്കാഞ്ചേരി LDF, ഒല്ലൂർ LDF, തൃശ്ശൂർ UDF ജയിക്കുമെന്നാണ് പറയുന്നത്. നാട്ടിക, കയ്പമംഗലം, ഇരിഞ്ഞാലക്കുട, പുതുക്കാട്, ഈ മണ്ഡലങ്ങളിൽ LDF ജയിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ അവിടെ എല്ലാം 38, 39, 40 ഇങ്ങനെ ചെറിയ വ്യത്യാസം, 1% വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് ഈ കിടന്ന് കളിക്കുന്നത്. അതേസമയം എറണാകുളം ജില്ലയിൽ കയറുമ്പോൾ വീണ്ടും സമഗ്ര ആധിപത്യമാണ് അവിടെ ഉള്ളത്. അവിടെ പെരുമ്പാവൂർ, അങ്കമാലി, ആലുവ, കളമശ്ശേരി, പരവൂർ, എല്ലാ മണ്ഡലങ്ങളിലും UDF ആണ്. വൈപ്പിനിൽ തുല്യമാണ് വന്നിരിക്കുന്നത്. കൊച്ചിയിൽ UDF, തൃപ്പൂണിത്തുറ UDF, എറണാകുളം UDF, തൃക്കാക്കര UDF, കുന്നത്തുനാട് UDF, പിറവം UDF, മൂവാറ്റുപുഴ UDF, കോതമംഗലം തുല്യം. ആലോചിച്ച് നോക്കൂ. ദേവികുളം UDF, ഉടുമ്പൻചോല LDF ആണ്. തൊടുപുഴ UDF, ഇടുക്കി റോഷി അഗസ്റ്റിൻ UDF ആണ് വരുന്നത്.
അല്ല തുല്യമാണ് വരുന്നത് 45% വീതം. പാല UDF ആണ്, ജോസ് കെ മാണി തോറ്റുപോകും. നോക്കൂ, രസകരമാണിത്, വായിക്കുമ്പോൾ നല്ല രസമുണ്ട്. കടുത്തുരുത്തി മോൻസ് ജോസഫ് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും. വൈക്കം ഇടതുപക്ഷമാണ് ജയിക്കാൻ പോകുന്നത്. ഏറ്റുമാനൂർ ഇടതുപക്ഷം വാസവൻ ജയിക്കും. കോട്ടയം വലിയ ഭൂരിപക്ഷത്തിൽ തിരുവഞ്ചൂർ ജയിക്കും. ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ, അരൂർ എല്ലാം UDF ആണ് ജയിക്കുന്നത്. അപ്പോൾ രസം എന്താണെന്ന് വെച്ചാൽ കാഞ്ഞിരപ്പള്ളിയിൽ N ജയരാജൻ തോറ്റു പോകുമോ, നാരായണക്കുറുപ്പിൻ്റെ മകൻ തോറ്റു പോകുമോ, അതെങ്കിൽ വലിയൊരു ചരിത്രമായിരിക്കും കേരള കോൺഗ്രസിൻ്റെ. പിന്നെ ചേർത്തല, ആലപ്പുഴയിലും ജയിക്കാൻ പോകുന്നത് LDF ആണ്. അതേസമയം അമ്പലപ്പുഴ സുധാകരൻ അട്ടിമറിക്കും. കുട്ടനാട്, ഹരിപ്പാട്, കായംകുളം ലിജു അട്ടിമറിക്കും എന്നാണ് പറയുന്നത്. വ്യക്തമായ ഭൂരിപക്ഷത്തിൽ ലിജു ജയിക്കും. മാവേലിക്കര, ചെങ്ങന്നൂർ LDF, തിരുവല്ല UDF അടിക്കും. തിരുവല്ലയിൽ മാത്യു തോറ്റു പോകുമോ? നമ്മുടെ പിന്നെ ജനതാദളിൻ്റെ മാത്യു തോറ്റു പോകാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അത് വലിയ മന്ത്രിയൊക്കെ ആയിരുന്ന ആളാണ്, വലിയ പ്രശ്നമാണ്. റാന്നി പഴകുളം മധു അടിക്കുമെന്നാണ് പറയുന്നത് UDFൻ്റെ. ആറന്മുള LDF, കോന്നി UDF, അടൂർ LDF, പിന്നെ കരുനാഗപ്പള്ളിയും ചവറയും UDF അടിക്കുമെന്ന് പറയുന്നു. കരുനാഗപ്പള്ളിയൊക്കെ UDF അടിക്കുമോ? കരുനാഗപ്പള്ളി UDF മണ്ഡലമാണ്. ചവറ UDF ആണ്. കൊട്ടാരക്കര, പത്തനാപുരം, പുനലൂർ, ചടയമംഗലം ഇത്രയും LDF കൊണ്ടുപോകുമെന്നാണ് പറയുന്നത്. അതേസമയം കുണ്ടറ, കൊല്ലത്ത് ബിന്ദു കൃഷ്ണ മന്ത്രിയാവുമോ? ഇരവിപുരത്ത് പുതിയ ചെറുപ്പക്കാരനാണ്, അദ്ദേഹവും UDFനെ അടിക്കുമെന്നാണ് പറയുന്നത്. UDFനെ കൊണ്ടുപോകും. ചാത്തന്നൂരും വർക്കലയും LDF കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അതേസമയം ആറ്റിങ്ങൽ LDF, ചിറയൻകീഴ് LDF, നെടുമങ്ങാട് LDF, വാവനപുരം LDF, കഴക്കൂട്ടം LDF പറയുന്നു. പക്ഷേ LDF പറയുമ്പോൾ അവിടെ തൊട്ടടുത്ത് തന്നെ മുരളീധരൻ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. വട്ടിയൂർക്കാവിൽ നെക്ക് ടു നെക്കാണ്. 33-34 UDF ആണ് മുന്നിൽ നിൽക്കുന്നത്. പക്ഷേ 32, 33, 34 കൂടെ തന്നെ ആരും പിടിച്ചിട്ടുണ്ട്. ശ്രീലേഖ IPS ഉണ്ട്, VK പ്രശാന്തുമുണ്ട്. തിരുവനന്തപുരത്ത് UDF ആണ് പറയുന്നത്. പക്ഷേ തൊട്ട് കൂടെ തന്നെ അവിടെ കരമന ജയനുമുണ്ട് എന്നുള്ള രസകരമായ കാര്യം. നേമത്ത് സമ്പൂർണ്ണമായും രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ്. പാറശാല 2% വ്യത്യാസത്തിൽ LDF ആണ്. കാട്ടാക്കടയിൽ LDF ആണ് പറയുന്നത്. കോവളം UDF വലിയ മുൻതൂക്കം പിടിക്കും. നെയ്യാറ്റിൻകരയിൽ LDF മുൻതൂക്കം പിടിക്കും. ഇതാണ് കഥ. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നതിൽ ഇതിനകത്തുള്ളൊരു പ്രശ്നമെന്ന് വെച്ചാൽ ഈ സർവേ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന മറ്റൊരു അനാലിസിസ് എന്താണെന്ന് വെച്ചാൽ പല മണ്ഡലങ്ങളിലും 2%-നും 1%-നും വോട്ടിൻ്റെ ഡിഫറൻസിലും പലയിടത്തും തുല്യമാണ്. അങ്ങനെ വന്നാൽ അത് ആൻറ്റി ഇൻകംബൻസ് അടിക്കുകയാണെങ്കിൽ UDF ഒരു 85-90 സീറ്റിനകത്ത് പോകും. തിരിച്ചാണ് അടിക്കുന്നതെങ്കിൽ LDF ആയിരിക്കും കയറി വരുന്നത്. എന്തായാലും പ്രീപോൾ സർവേ, ടീം PSRൻ്റെ സർവേ നമ്മൾ അതുപോലെ അവതരിപ്പിച്ചിരിക്കുകയാണ്.